ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ നമ്മളെ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള 4 കിച്ചൺ ടിപ്സുമായിട്ടാണ്. നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ദോശ. ഇന്നലെ രാത്രി അരച്ചു വെച്ച ദോശമാവാണ് കേട്ടോ ഇത്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 ദിവസത്തേക്ക് എടുക്കാനാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ആവശ്യമുള്ള ദോശമാവേ വേറൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം അതിലാവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് ദോശ ചുടുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ആവശ്യമുള്ള ദോശമാവ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള മാവ് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇങ്ങനെ നമ്മൾ മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പം അതിൽ കൂടുതൽ തവിയിട്ട് ഇളക്കുകയോ ഉപ്പ് ചേർക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 ദിവസം ദോശമാവ് അധികം പുളിച്ചു പോകാണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 3 ഗ്ലാസ് പച്ചരിയിലേക്ക് 1 ഗ്ലാസ് ഉഴുന്നും കുറച്ച് ചോറും ചേർത്താണ് ഞാൻ ഈ മാവ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ടിപ്പ് നോക്കാമേ. പ്രഷർ കുക്കറോ ഇൻഡക്ഷനോ ഒന്നും ഉപയോഗിക്കാതെ അധികം ഗ്യാസ് ചെലവാക്കാതെ പെട്ടെന്ന് എങ്ങനെ ചോറ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഈ രീതിയിൽ ചോറ് വയ്ക്കാൻ സ്റ്റീൽ പാത്രമാണ് കേട്ടോ എടുക്കേണ്ടത്. ഒരു സ്റ്റീൽ ചെമ്പിലെ ആവശ്യത്തിന് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വേറൊരു പാത്രത്തിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറച്ച് വെള്ളം കൂടി വെക്കാം. വെള്ളം തിളച്ചു വരുന്ന സമയത്ത് അരി കഴുകി അടുപ്പത്തിടാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേറൊരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം നിറച്ചതും കൂടി ഈ ചെമ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂടി വെക്കണം. ഇപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് ഇങ്ങനെ തന്നെ തിളക്കട്ടെ. ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. 20 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് കാണിക്കാമേ. ഇപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ടൈഗർ എന്ന പേരുള്ള അരിയാണ് കേട്ടോ ചോറ് വയ്ക്കാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഏത് അരിയും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾ വേവ് കൂടുതലുള്ള അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 45 മിനിറ്റ് ഇതേപടി വെച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കിയിട്ട് വാർത്തെടുക്കാം. നമ്മൾ ചെമ്പിൻ്റെ മുകളിൽ വെച്ച ആ പാത്രത്തിലെ വെള്ളമാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇതാ നമ്മുടെ ചോറൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടേ. നിങ്ങൾ ഈ രീതിയിൽ ചോറ് വെക്കുകയാണെങ്കിൽ സ്റ്റീൽ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. 30 മിനിറ്റും 45 മിനിറ്റും ഒന്നും ഗ്യാസ് കത്തിക്കാണ്ട് തന്നെ നമ്മുടെ ചോറ് ഇതാ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി നമ്മൾക്ക് മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. കുക്കറിൽ മസാലക്കറികൾ വെക്കുമ്പോഴേ, പ്രത്യേകിച്ച് മീൻ കറി, കടലക്കറി ഇവയൊക്കെ ഉണ്ടാക്കുമ്പോഴേ വിസിലടിക്കുന്ന സമയത്ത് കുക്കറിൻ്റെ മൂടിയുടെ മുകളിലേക്ക് അത് തൂവിപ്പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കുക്കറിൻ്റെ മൂടി നന്നായിട്ടൊരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം. ശേഷം കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ നന്നായിട്ട് അതിലേക്കൊന്ന് പുരട്ടിക്കൊടുക്കാം. കുക്കറിൻ്റെ മൂടിയുടെ ഉൾഭാഗത്തെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് പുരട്ടിക്കൊടുക്കാം. ശേഷം വാഷറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെക്കാം. ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റിനെ പുട്ടിലേക്കുള്ള കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ കറി പുറത്തേക്ക് തിളച്ച് തൂവാണ്ടിരിക്കാനേ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയാറുണ്ട്. പക്ഷെ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷമാണ് ആ ഒരു പ്രശ്നം മാറിക്കിട്ടിയത്. ഇപ്പോൾ ദാ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയുടെ മുകളിലേക്കൊന്ന് നോക്കാം. കണ്ടോ, ഇവിടെ മസാലപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും കുക്കറിൻ്റെ മൂടിയുടെ പുറത്തേക്ക് ആയിട്ടേ ഇല്ല. കുക്കറിനകത്തെ സ്പൂൺ ഇട്ട് വേവിച്ചതിന് ശേഷം ഈ ഒരു പ്രശ്നം നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇതാ കടലക്കറിയൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇതിപ്പം 3 വിസിലിന് ശേഷമാണ് കേട്ടോ ഞാൻ തുറന്ന് കാണിക്കണത്. നിങ്ങൾ കാണുന്നില്ലേ, കുക്കറിൻ്റെ മൂടിയുടെ മുകൾ ഭാഗത്തൊന്നും മസാല പിടിച്ചിട്ടേ ഇല്ല. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഇനി എത്ര വിസിൽ വന്നാലും കുക്കറിൻ്റെ മൂടി വൃത്തികേടാവുകയേ ഇല്ല. ഇനി 4ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. കുറച്ച് വിനാഗിരിയും ഒരു കോട്ടൺ തുണിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഡോറിൻ്റെയും അലമാരയുടെയും ഹാൻഡിലിൻ്റെ ആ ഭാഗത്തുണ്ടാകുന്ന അഴുക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നീക്കിക്കളയാം. ഒരു കോട്ടൺ തുണിയിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വീട്ടിലെ കുട്ടികളൊക്കെ എപ്പോഴും പിടിച്ചിട്ട് അഴുക്കാക്കിയിടുന്നൊരു ഭാഗമാണല്ലോ ഈ അലമാരയുടെയും ഡോറിൻ്റെയൊക്കെ ഹാൻഡിൽ. ആ ഭാഗത്തുള്ള അഴുക്ക് കളയാനേ നമ്മൾ ഈ കോട്ടൺ തുണി നന്നായിട്ടൊന്ന് അമർത്തി തുടച്ചെടുത്താൽ മതിയാകും.
വിനാഗിരി ഒഴിച്ച ഈ ഭാഗം അഴുക്കുള്ള ഭാഗത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അമർത്തി തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഡോറും അലമാരയുടെ ഹാൻഡിലിൻ്റെ ആ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കും. ഇവിടെ ഇപ്പം ഡോറിൽ ഒരുപാട് അഴുക്കൊന്നുമില്ല കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കി ഇടണതാണ്. ഇനി കൂടുതൽ അഴുക്കുള്ള ഭാഗങ്ങളാണെങ്കിൽ നിങ്ങളൊരു പാത്രത്തിൽ കുറച്ചുകൂടി വിനാഗിരി എടുത്തതിന് ശേഷം കുറച്ച് അപ്പക്കാരം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് അമർത്തി തുടച്ചെടുത്താൽ മതിയാകും. നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിലിൻ്റെ ആ ഭാഗത്തുള്ള അഴുക്കൊക്കെ ഇതാ നന്നായിട്ട് മാറി വരുന്നുണ്ടേ. ഇതേപോലെ കൂടുതൽ അഴുക്കുള്ള ഭാഗങ്ങളിലെ വിനാഗിരിക്കൊപ്പം അപ്പക്കാരം കൂടെ ചേർത്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വൃത്തിയായി കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഈ ടിപ്സൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.